56 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് കെ ശിവരാമൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ആരെക്കൊണ്ടേലും പറയിപ്പിക്കാൻ അദ്ദേഹം ഇടവരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 16 വർഷം പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നു, 14 വർഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഈ പാർട്ടിയുടെ മുഖമായി ജില്ലയിൽ CPI ഇത്രത്തോളം വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളും അത് കെ ശിവരാമനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള കെ സലീംകുമാർ തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ട് CPIക്ക് വീണ്ടും വരികയാണ്. പക്ഷേ ഈ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സ്ഥാനമേറ്റതിന് പിന്നാലെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുകയും പരസ്യ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയോട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ പേരിൽ ഈ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ കെ ശിവരാമൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇടപെട്ട് ജില്ലാ സെക്രട്ടറിയെയും കെ ശിവരാമനെയും ഒരുമിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ കെ ശിവരാമൻ സജീവമായി പ്രവർത്തിക്കാൻ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ കെ ശിവരാമൻ പറയുന്നത് സജീവമായിട്ട് പ്രവർത്തിക്കാൻ ഒരു അവസരം ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി നൽകിയില്ല. അതിന്റെ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർത്തുകയും ചെയ്തിരുന്നു. രാഹുൽ, പീരുമേടിലെ സ്ഥാനാർത്ഥം പാളി എന്ന് മണ്ഡലത്തിന് പുറത്തുള്ളവരെ മത്സരിക്കുമ്പോൾ ജനസ്വീകാര്യത ഉള്ളവരായിരിക്കണം എന്ന് ആ നേതാവ് പറഞ്ഞു. ആ നേതാവിന് അടിത്തട്ടിൽ ജനങ്ങളുമായി ബന്ധമുള്ള ജനവികാരം അറിയുന്ന ആളായോണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അപ്പോൾ ശിവരാമനോട് പുറത്തു നിൽക്ക്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ നിന്ന് പുറത്തു നിൽക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയല്ലാതാവുന്നില്ലല്ലോ രാഹുൽ. തീർച്ചയായിട്ടും കാശ്മീർ സംസ്ഥാനത്ത് CPI മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ ചില മണ്ഡലങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പൊതുവായിട്ട് കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പോരായ്മയെക്കുറിച്ചാണ്. സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് ചില സ്ഥാനാർത്ഥികളെ കുറിച്ചെങ്കിലും പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു പ്രസ്താവന കെ ശിവരാമനും നടത്തി എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നത് ഇപ്പോഴും ചില പ്രവർത്തകരെങ്കിലും അതിൽ സംശയത്തോടു കൂടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വസ്തുതയായിരുന്നു എന്നുള്ളത് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് UDF ഇത്തവണ അവിടെ ജയിച്ചത്. കനത്ത തിരിച്ചടി, കനത്ത തോൽവി CPIക്ക് അവിടെ നേരിടേണ്ടി വരികയും ചെയ്തു. അത് ശിവരാമന്റെ പ്രസ്താവന ശരിവെക്കുന്നതിന് കൂടി ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിമർശനം പരസ്യമായിട്ട് ഉന്നയിച്ചു എന്നുള്ളത് ആണ് ഇവർ പ്രധാനമായും കെ ശിവരാമനെതിരായി പറയുന്ന കാര്യം, അല്ലെങ്കിൽ പിന്നീട് സംഘടനാ ചട്ടക്കൂട് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് വിലയിരുത്തൽ. 56 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതമാണ്, കലർപ്പില്ലാത്ത രാഷ്ട്രീയ ജീവിതമാണ്, ഏതെങ്കിലും തരത്തിൽ കളങ്കം വരുത്തിയിട്ടില്ല എന്ന് കോൺഫിഡൻസോടെ കെ ശിവരാമൻ എന്ന ഹൈറേഞ്ചിലെ ആ സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് കർക്കശക്കാരനായിരിക്കാം, കാർക്കശോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നൈതികമായ രാഷ്ട്രീയ ജീവിതമായിരുന്നുവെന്ന് ഉറപ്പായും ആശ്വസിച്ച് രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് കെ ശിവരാമൻ.